അവരെല്ലാം പോയില്ല, എല്ലാം അകത്തുണ്ട്. കാരണം എന്താച്ചാ അവൻ മറ്റവനല്ലേ? ഏയ് അല്ലല്ല, ഇവൻ കണ്ണപ്പനല്ലേ? കണ്ണപ്പൻ കണ്ണപ്പൻ. ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ, ചുമ്മാ കാണാൻ വേണ്ടി വന്ന്. എന്തരടെ പേടിപ്പിക്കണത്? അവൻ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി. അതിഥി എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനിടെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ, ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്ന. ഓ, എന്റെ ശത്രുവാണവൻ. എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരട്ടെ. ശരി. ഉറക്കമൊക്കെ സുഖമായിരുന്നോ? ശരിയായില്ല തേവേട്ട, യവന്റെ ശല്യം. അല്ല, ഇതാരാ? വന്നാട്ട്. നീ ഇതെവിടെ പോയി? ഞാൻ വീട് വരെ ഒന്ന് പോയതാ. എന്തൊരു തേവേണ്ണ? ഇത് മിസ്റ്റർ കുബേരൻ. വാ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവര് തന്നെ. അടുത്താലേ വേഷ അറിയും. ആരാ അത്? യൂണിയൻകാരോ? എന്ത് വേണം? ഇവിടെ അടുത്തൊരു ലോഡ് ഇറക്കാൻ വന്നതാ. തിരിച്ചു പോണ വഴിക്ക് പെങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി. പെങ്ങളോ? ഇവിടെ ഏത് പെങ്ങളാ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മകന്റെ ഭാര്യ. എന്റെ മകന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളോ? കൊള്ളാമല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു? പോയിട്ട് പിന്നെ നീ ബഹളം വെക്കണ്ട, വീട് മാറിയിട്ടുണ്ട്. ഒളിങ്ങി വന്നേ. ഇവളാണ് എന്റെ മകന്റെ ഭാര്യ. ഇവൾ നിങ്ങളുടെ പെങ്ങളാണോ? അല്ല, ആ പറഞ്ഞ സത്യമാണ്. ഞാൻ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മഹാദേവന്റെ മക്കളാണ്. ഞങ്ങളുടെ മുതുകത്ത് ഒരുപോലത്തെ മറുക കണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് ഒരു പിടി കിട്ടില്ലടേ. പറയാ, എന്റെ പെണ്ണവിടെ? എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. മോനെ, അച്ഛനെങ്കിൽ ഒരു കാര്യം പറയട്ടെ. നാണക്കേട് കൊണ്ട് പറയാത്തതാ. ഇവിടുത്തെ അടിച്ചുകളിക്കാരിൽ അച്ഛനുണ്ടായ മകനാണ് ഉണ്ണികൃഷ്ണൻ. പറയാ, സത്യം പറയാ. നിന്റെ ആരാള്? അയ്യടാ, കൊള്ളാം. അവന്റെ ആരുമല്ല. ഇവളേ ഈ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ, ഇവിടുത്തെ വേലക്കാരി. നീ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ഇവിടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തന്നെ എന്റെ ഭാര്യയാണ്. എന്താ നിർത്താ, എനിക്കെല്ലാം മനസ്സിലായി. തരാതരത്തിൽ പെരുമാറുന്നവരെ പണക്കാര്, അവരെ നമ്പർ ഞാൻ പറയാറില്ലേ. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഒരു ഉണ്ണി ഇനി ഇവന്റെ വെപ്പാട്ടിയായിട്ട് കഴിയണോ നിനക്ക്? എടാ പുല്ലുകളെ, ഞാനിപ്പം വെടക്കാൻ വെടക്ക്. ഇതെല്ലാം കണ്ടും സഹിച്ചും വെറുതെ ഇരിക്കുന്ന കരുതണ്ട. ഞാനിപ്പം തിരിച്ചു വരും നിന്റെ ഒക്കെ തലയറിയാൻ. മഹാദേവാട്ടെ, നിന്റെ കൂടെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, നിനക്കെത്ര പിള്ളേരും? അടിച്ചേളിക്കാരിലും അല്ലാതെ ഉണ്ടായതും ചേർത്ത് പറ. എത്ര നൊന്തുവാ ഒരു തേവേണ്ണ? എടോ, കുടുംബത്തിൽ പറഞ്ഞവനാണ് ഈ മഹാദേവൻ. മഹാദേവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു സന്തതിയേ ഉള്ളൂ. ഈ നിൽക്കുന്ന എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഈ നിൽക്കണവൻ നിന്റെ മോനല്ലേ? അല്ലടോ. യവനാ? അല്ല. എന്താടാ ഇതൊക്കെ? ആരാടാ ഇവരൊക്കെ? ഇനി അവനെ അടിക്കരുത്, അവൻ പാവാണ്. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും മാട്ടുപ്പെട്ടി ചന്തയിലെ കൂലിക്കാരൻ, വെറും കൂലിക്കാര്. പണം മോഹിച്ച് പണക്കാരുടെ കോലം കെട്ടി ഇവരുടെയൊക്കെ മക്കളെ പറ്റിച്ച് കല്യാണം കഴിച്ച ചതിയന്മാരാ. ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചിറക്കേണ്ട ചെന്താമരയാ ഉണ്ണിയുടെ ഭാര്യ. അവർക്ക് വേണ്ടിയാ ഉണ്ണി ഇതിനൊക്കെ കൂട്ടുന്നത്. നീയൊക്കെ മനുഷ്യനാവിടെ? എവരൊക്കെ കൂടെ നമ്മളെ ചതിച്ചല്ലോടെ കുമാര. ലക്ഷ്മി, ഇനി ഒരിക്കലും ആ പേര് വിളിക്കരുത്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തത്? എന്റെ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണമായിരുന്നോ? എടാ, ഒന്നുമില്ലായ്മ ഇത്രയൊക്കെ ഉണ്ടാക്കാനും നേടാനും ഞങ്ങൾക്കാവുമെങ്കിൽ ആണിച്ചരാടാ നിന്നൊക്കെ. ഇറങ്ങി പാടി. ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരില്ലെന്ന് തെളിയിച്ചു തരാടെ ചന്തകളെ. തൃപ്തിയായാലോടാ നിനക്ക്? എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതലൊന്നും ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാനാവില്ല. മകൻ തന്നോളം എത്തുമ്പോ തനിക്കൊരു തുണയായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. മാനം കെടുത്തൊന്നും ഞാൻ കരുതിയില്ല. വേണ്ട വേണ്ട. സ്വന്തം തന്തയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിട്ടിയാക്കി ഇവൻ നാളെ നിന്റെ തലയറിയാൻ പോലും മടിക്കില്ല. എനിക്കിങ്ങനൊരു മകനേ ഇല്ല. വടി ഇവിടെ വരാൻ.
എടേ പ്രഭാര, എന്തേ ഞാനും നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? വക്കീലേ ഡേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒഴിയണം. ലവന്മാരെ ഒരു 5-8 കൊല്ലം ജയിലിലോട്ട് തട്ടണം. അതിലെന്തൊരു വകുപ്പ്? കായ എത്ര വേണേലും വാരി എറിയാം. കാശ് കൊടുത്താലൊന്നും കോടതി വിലക്കും അങ്ങനെ ഒക്കില്ല. റൂൾ ഈസ് റൂൾ. റൂളി പെൻസിൽ നടക്കില്ലെന്നല്ല, കാലതാമസം ഉണ്ടാവും. ആദ്യം ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഡൈവോഴ്സിന് അപേക്ഷിക്കണം. അതിനു മുമ്പേ ആ ചേരിക്കാരന്മാരെ കൂട്ടി ലവന്മാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാ എനിക്ക് പേടി. നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ശ്രമിക്കാം. ഇതൊക്കെ നടക്കും. അതിനാണല്ലോ ഞാനുള്ളത്. ഇപ്പൊ പുതുതായി ചാർജ് ചെയ്ത SI ആളപ്പം പരിക്കര. നമുക്ക് അദ്ദേഹത്തിന് ഒരു പെറ്റീഷൻ കൊടുക്കാം, വിവാഹ തട്ടിപ്പിന്റെ പേരിൽ. അതോടെ അവന്മാരെയും ഈ കല്യാണത്തിന് കൂട്ടുനിന്നവരെയും തൂക്കിയെടുത്ത് അകത്തിട്ടോളും. പ്രതികൾ ലോക്കപ്പിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈവേഴ്സിന് സാധ്യത കൂടുതലാ. നല്ല ബോധമുള്ള വക്കീല്. ഇത് 5000. ഇത് 5000 വേറെ. ചന്തയില് 2 കൂലിക്കാരെ ഒഴിവ് ഇപ്പോഴും ഉണ്ടാ. കണ്ണപ്പനെയും മച്ചാനെയും കാത്തിരിക്കുന്ന അറിയാവുന്ന തൊഴിൽ. എല്ലാം മറന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ചുമക്കാൻ 2 ചാക്കും അതിനെതിരെ കൂലിയും കേറി കിടക്കാൻ ഒരു കൂരം കിട്ടിയാ നിനക്കൊക്കെ ഇനിയും ജീവിക്കാല്ലേ? അതും എല്ലാം മറന്നു എന്നെ തെറ്റിദ്ധരിച്ച് എന്റെ ഭാര്യയെ വലിച്ചിറക്കൊണ്ട് പോയപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ എന്തോടാന്നറിയോ? നിങ്ങളെ ഓർത്തിട്ടാ. നിനക്ക് ഞങ്ങളുണ്ടാ. രായപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഭാര്യയെ തിരിച്ചെടുത്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ച എന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ? പറ. എടാ, അത് രക്തബന്ധമാ, പറിച്ചെറിഞ്ഞാലും പോവില്ല. നീ കണ്ടില്ലേ ലക്ഷ്മിയും പാർവതിയും ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു പോയത്. ചെന്താമരയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ഞങ്ങളെ ഇത്രയും സഹായിച്ച നിനക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? വാടാ, ചേരിയിലേക്ക് പോവാം. ചതിയായിരുന്നു, ചതി. ആ മച്ചാൻ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിച്ചു. പാട്ടും കൂത്തുമായി കല്യാണം നടത്തിയിട്ട് അവളവിടെ കൊണ്ടുവരാൻ മഹാദേവന്റെ വീട്ടിലെ വേലക്കാരിയായിട്ട്, വെപ്പാട്ടിയായിട്ട്. അവിടെ അവന് വേറെ ഭാര്യയുണ്ട്, പാവൻ ചന്താമര. അവൾ ഇപ്പോഴും അവനെ നമ്പിയിരിക്കുക. അവനോട് ഉടമ്പ വെട്ട് പീസ് പീസാക്കണം. ഇനിമേ ഒരുത്തനും നമ്മ ഏമാത്തക്കൂടാது. நான் அந்த மாட்டுப்பட்டி மச்சான பார்க்க போறேன். நீங்க எல்லாம் என் கூட இருக்கலாம். இது நம்ம மான பிரச்சனை. வாடா. രാജപ്പ, നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. അത് ഞാൻ പറഞ്ഞ കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട ചെറ്റ്. അടിയവനെ. ആരുടെ കൂട്ടത്തിൽ മാട്ടുപെട്ടി മച്ചാൻ? ഞാനാ. ഓ, അപ്പൊ നീ കണ്ണപ്പൻ. നല്ല തടിയുണ്ടല്ലോടെ 2 2 തന്നാല് ലോക്കപ്പ് കിടന്ന് ചാകില്ല. എന്തിനാണ് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നത്? ഞാൻ പറയാം സാർ, എന്റെ പെങ്ങൾ ചെന്താമരെ ചതിച്ച് കല്യാണം കഴിച്ചത് ഇവനാ. കൂട്ടുനിന്നത് ഇവന്മാരും. എന്താണ് എന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ, 3-ാം പ്രതി. നീയൊക്കെ നന്നായിട്ട് അഭിനയിക്കും അല്ലേ? ശ്രമിച്ചാൽ ഒരു ഓസ്കാർ വരെ കിട്ടുമല്ലോടാ. ആട്ടെ, എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? ഏത് പരിപാടി? വിവാഹ തട്ടിപ്പ്. ഇതുവരെ എത്ര കല്യാണം കഴിച്ചു?